മുഖ്യമന്ത്രി മടയത്തരം ഊളത്തരം അല്ലാതെ പറഞ്ഞ് എന്തെങ്കിലും കേട്ടിട്ടുണ്ട്? അയാൾ എന്തൊരു മടയത്തരം പറയുന്നത്? 10 രൂപ ഞാൻ അതായി തന്തയ്ക്ക് വിളിക്കും. ഞാനിവർ പരാതി തന്തയ്ക്ക് വിളിക്കും. തന്തയ്ക്കെല്ലാം മുത്തന്തയ്ക്ക് വിളിക്കുമെന്ന് എപ്പോഴാക്കല്ലേ? അതുപോലും ചെയ്യാത്ത നാണം കെട്ട പിണറായി സർക്കാർ എന്ന് പറഞ്ഞ് എന്തൊരു അപമാനകരമെന്ന് ആലോചിച്ചു. ഒരു പ്രാവശ്യത്തെ ക്ഷേമപെൻഷൻ കൊടുക്കാൻ നോക്കട്ടെ, നോക്കാൻ പോകുന്നുണ്ടായിരുന്നു. ആ പ്ലാൻ ബി എന്ന് പറഞ്ഞ കുന്തം. ശബരിമല അയ്യപ്പൻ്റെ നാടായിരുന്നു പത്തനംതിട്ട. ആ ശബരിമല തുണിയില്ലാത്ത പെണ്ണുങ്ങളെ കയറ്റിയ ഐസക്കും പിണറായി വിജയൻ്റെയും പാർട്ടി ഐസക്ക്. മിക്കവാറും അയ്യപ്പൻ സഹായിക്കാൻ സാധ്യത കാണുന്നു. മുഖവരകളുടെ ഒരു ആവശ്യവുമില്ല. 1980 മുതൽ പൂഞ്ഞാറിൻ്റെ സ്വന്തം ആശാനായി നിൽക്കുന്ന PC ജോർജാണ് ഇന്ന് M5നോടൊപ്പം. നമസ്കാരം. 1980 മുതൽ ഇവിടുത്തെ MLA ആയി അങ്ങ് നിലകൊള്ളുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു PC ജോർജിന് പൂഞ്ഞാറിലെ അടക്കം ഇവിടുത്തെ ജില്ലയിലെ എല്ലാ ജനങ്ങളുടെയും ഹൃദയം അറിയാവുന്ന അങ്ങേക്ക് BJP പോലെയുള്ളൊരു പാർട്ടിയിൽ ചേരേണ്ട ആവശ്യകത എന്താണ്? അങ്ങ് ചേരുന്നത് കൊണ്ട് BJPക്കുള്ള ഗുണം എന്താണ്? ആ ചോദ്യം തന്നെ അപ്രസക്ത. അനുഭവ അനുഭവം ആലോചിച്ച് BJPയുടെ നേതാവാരാ? സാക്ഷാൽ മോദി. അതെ, ആ മോദിജി ആരാ? ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് മാത്രമല്ല, ലോക നേതാക്കന്മാരുടെ ഇടയ്ക്ക് റാങ്കിങ്ങിൽ ഒന്നാമത് നിൽക്കുന്ന ആളാണ് മോദി. അറേബ്യൻ രാജ്യങ്ങൾ പോലും മോദിയെ ഒന്ന് ഇൻ്റർവ്യൂവിന് കാത്തിരിക്കുക. രാജാക്കന്മാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും സ്ഥാനം വഹിക്കുന്ന ഒരു ഇത്രയും അംഗീകാരം കിട്ടുന്ന പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. 1 രൂപയുടെ അഴിമതിയില്ലാത്തവർ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. വികസനത്തിൽ ഏറ്റവും മുമ്പന്തി. പട്ടിണിയില്ലാത്ത ഇന്ത്യ, അതാണ് മുദ്രാവാക്യം. ശക്തമായിട്ട് മുമ്പോട്ട് പോകല്ലേ? അദ്ദേഹത്തിനോട് നേരത്തെ പിന്തു കൊടുക്കാൻ കഴിയാതിരുന്നത് തെറ്റായിപ്പോയെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ ആദ്യം മോദിയെ ഭയങ്കരമായിട്ട് വിമർശിച്ചിരുന്നയാളാണ്. അതെ, ഭയങ്കരമായിട്ട് വിമർശിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ പഠിച്ചപ്പോൾ ഈ നല്ല മനുഷ്യൻ ദൈവം ഇന്ത്യക്ക് കൊണ്ട് തന്ന, ഭാരതത്തിന് സമ്മാനം ഇവിടെ തന്നതെന്ന് വിശ്വസിക്കുന്ന ആളായി. ഒന്ന് ആലോചിക്കൂ. സത്യത്തിൽ ഇപ്പം നമ്മുടെ കേരളമായിട്ട് കമ്പയർ ചെയ്യും. നോർത്ത് ഇന്ത്യ മുഴുവൻ ഈ കേരളമായിട്ട് കമ്പയർ ചെയ്താൽ മതി. കേരളം പട്ടിണി നാളാണ്. പട്ടിണി കിടക്കല്ലേ ഇവിടെ? വല്ല രക്ഷയുണ്ട്? കേന്ദ്രമാണ് സാമ്പത്തികപരമായി കേരളത്തെ പിടിമുറുക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി മടയത്തരം ഊളത്തരം അല്ലാതെ പറഞ്ഞ് എന്തെങ്കിലും കേട്ടിട്ടുണ്ട്? അയാൾ എന്തൊരു മടയത്തരം പറയുന്നത്? ധനകാര്യമന്ത്രി എന്താ ഔദ്യോഗികമായി പറഞ്ഞ് 3100 കോടി രൂപ കിട്ടിയാൽ നന്നായിരുന്നതാണ് കേന്ദ്രത്തിൽ നിന്ന്. മനസ്സിലായില്ലേ? 3100 കോടി. അതായത് ഇതിന് കണക്ക് വഴി അടുത്ത് നോക്കിയിടെ ഏതാണ്ട് 2000 കോടി രൂപ, 3000 കോടി രൂപ കൂടുതൽ കിടന്ന് കൊടുത്തിരിക്കുക പ്രത്യേകമായി. പക്ഷേ അവർ പറയുന്നത് ടാക്സ് ഇനത്തിൽ പിരിക്കുമ്പോൾ 100 രൂപ ടാക്സ് പിരിക്കുമ്പോൾ അതിൽ 20 രൂപ മാത്രമാണ് കേന്ദ്രം നൽകുന്നത്. UP പോലെയുള്ള ഞാൻ പറയാം. ഈ പൊട്ട ആർഗ്യുമെൻറ്റുകൾ നടക്കണ്ട. എന്താ കാര്യം ചോദിച്ചാൽ, ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഒരു രാജ്യമാണ് ഭാരതം. ആ ഭാരതത്തിൽ 30-30ഓളം സ്റ്റേറ്റുകൾ. ആ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ബന്ധം ഒരു സ്റ്റേറ്റിന് ആ സ്റ്റേറ്റിന് മാത്രമായിട്ട് പ്രത്യേകം ഒന്നും കൊടുക്കാൻ കഴിയില്ല. എല്ലാം കൊടുക്കാൻ കഴിയില്ല. ഉദാഹരണം റബ്ബർ. ഞാൻ റബ്ബറിനോട് വഴക്കുണ്ടാക്കിയിട്ടില്ല. റബ്ബറിന് അവർക്ക് ചെയ്യാമെന്ന് വെച്ചാൽ സബ്സിഡി കൊടുക്കാനേ കഴിയുള്ളൂ. റബ്ബറിന് വില വർദ്ധിപ്പിക്കാൻ അവർക്ക് ചെയ്യാമെന്ന് വെച്ചാൽ മാനദണ്ഡങ്ങൾ റബ്ബർ മാത്രം വില വർദ്ധിപ്പിച്ചാൽ മതി. ഇന്ത്യയിൽ അതുപോലെ മറ്റുൽപ്പന്നങ്ങളും വില വേണം. സ്വാഭാവികമായിട്ടും തർക്കം ഉണ്ടാവും. ഈ 250 രൂപ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിൽ വന്നത്. ഇപ്പോൾ 10 രൂപ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. അവൻ തന്നെ സത്യം പറഞ്ഞു. താങ്ക് യു. അതായത് 250 രൂപ റബ്ബറിന് തറവിലയാക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എഴുതി വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്ന പിണറായി ഇപ്പോൾ 170 രൂപ പ്രഖ്യാപിച്ചത് KM മാണിയാണ്. എത്ര വർഷമായി? 10 രൂപ. ഞാൻ അതായി തന്തയ്ക്ക് വിളിക്കും. ഞാനിവർ പരാതി തന്തയ്ക്ക് വിളിച്ചു. തന്തയ്ക്കെല്ലാം മുത്തന്തയ്ക്ക് വിളിക്കുമെന്ന് എപ്പോഴാക്കന്നെ? നാണമില്ല? അപമാനിക്കല്ലേ റബ്ബർ കർഷകരെ ചെയ്തത്? ഒരു മനസാക്ഷി വേണ്ടേ? നീതി വേണ്ടേ? 10 രൂപയും ആർക്ക് വേണം ഈ 10 രൂപ? ഈ 170 രൂപയും കൃത്യമായി സബ്സിഡി ഇനത്തിൽ കൊടുക്കുന്നില്ല. ഇല്ല, 140 രൂപയുടെ 30 രൂപ കൊടുക്കണ്ടേ? കൊടുക്കുന്നില്ല. അതായത് എല്ലാ വിധത്തിൽ ഈ കേരളം എന്ന് പറയുന്നത് നശിച്ച് നാറാണക്കള്ളി പിടിച്ചൊരു സംസ്ഥാനമായി മാറി. ഇവിടെ ജീവിക്കാൻ പറ്റിയ മനുഷ്യന് പട്ടിണി, ആത്മഹത്യ. ഞാൻ ചോദിക്കട്ടെ, സാമൂഹ്യ പെൻഷൻ, ക്ഷേമ പെൻഷൻ 2500 രൂപ ആക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ എഴുതി വെച്ചിട്ട് വായിച്ചു നോക്കൂ. 1600 ഉള്ളതിപ്പോൾ. അതും കൊടുക്കുന്നില്ല. ഇത്തവണ ബഡ്ജറ്റിൽ മന്ത്രി പറഞ്ഞ് ഒരു പ്രാവശ്യത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ നോക്കട്ടെ, നോക്കാൻ പോകുന്നുണ്ടായിരുന്നു. ബഡ്ജറ്റ് അപ്പം പൂർണ്ണമായും ഒരു ബഡ്ജറ്റ് ചുമ്മാ വായിക്കാൻ കൊള്ളുകയാത്ത ഒരു വൃത്തികെട്ട
നോവൽ എന്ന് പറഞ്ഞുണ്ടായി, വൃത്തികെട്ട നോവൽ. തോമസ് ഐസക്കിന്റെ അത്രയും ഒന്നും ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കാനുള്ള യോഗ്യത KN ബാലഗോപാലിന് ഇല്ല എന്നാണ് ഞാൻ എൻ്റെ കാര്യം തുറന്നു പറയാം. തോമസ് അതിപ്രഗത്ഭനായ സാമ്പത്തിക വിദഗ്ധനാണ്. പക്ഷേ അയാൾ ചെയ്ത മഹാഭാവം, ഞാൻ നിയമസഭ വെച്ച് ഞങ്ങൾ തർക്കം ഉണ്ടായിട്ടുണ്ട്. പുള്ളി അന്ന് ഞാൻ പറഞ്ഞ കാര്യം ശരിയാന്ന് ഇപ്പോൾ തെളിഞ്ഞു, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞു PC അഭിപ്രായം PC ഉറച്ചു നിൽക്കുക, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോൾ പുള്ളി ഉറച്ചു നിന്നിപ്പോൾ എവിടെ പോയി? കിഫ്ബി എന്ത് ചെയ്യും? കിഫ്ബി എവിടെ പോയി? വികസന മേഖലയിൽ പണം മുടക്കാതെ കിഫ്ബിയിൽ നിന്ന് പണം മേടിക്കുന്നത് തെറ്റാണ്. ഇതായിരുന്നു എൻ്റെ ആർഗ്യുമെൻറ്റ്. അത് തിരിച്ചടയ്ക്കാൻ പറ്റാതാവും. ഇപ്പോൾ വന്നില്ലേ 4 ലക്ഷം കോടി രൂപ കടത്തിലാണ് കേരളം. ഇത് എവിടെ നിന്ന് തിരിച്ചടയ്ക്കും? ആരടയ്ക്കും? അതായത് 3.5 ലക്ഷം കോടി രൂപ കടമായ ശ്രീലങ്കയിൽ നിന്ന് സ്റ്റേറ്റ് തകർന്നു പോയി, ഒരു രാജ്യം. ആ സ്ഥലത്താണ് ഇന്ത്യയിൽ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളത്തിൽ 4 ലക്ഷം കോടി രൂപ കടമാക്കിയിരിക്കുന്നത്. ഇവിടെ ദൂരത്തിന് കുഴപ്പമില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ വീട് 2ാം നില കയറാൻ ലിഫ്റ്റ് 25 ലക്ഷം. മുഖ്യമന്ത്രി വീടിന് ഒരു പശുക്കൂട് 40 ലക്ഷം. പശുവിന് ചാണകം പ്രത്യേക ഒരു സംവിധാനം 5 ലക്ഷം. മുഖ്യമന്ത്രിയുടെ അവിടെ കുളം കരുണാകരൻ കാലത്ത് പറഞ്ഞത്, ആ കുളം ഒന്ന് കട്ടിന് 11 ലക്ഷം. എന്താണിത്? ഇയാളൊരു മനുഷ്യനാണോ? അയാൾ ഈയിടെ കാസർഗോഡും തിരുവനന്തപുരത്ത് യാത്ര നടത്തി. എത്ര കോടി രൂപ പോയി? അത് എന്തിനു നടത്തി? ഒന്ന് നിഷ്പക്ഷമായിട്ട് ഒരു രാഷ്ട്രീയമില്ലാതെ ചിന്തിച്ച് അയാളും മുഴുവൻ മന്ത്രിമാരും കൂടെ ഒരു എയർ കണ്ടീഷൻ കാറെ കയറി ബസ്സേ ഇരിക്കുക. അത് തിരുവനന്തപുരം വരെ ഓടി. അപ്പോൾ ഓരോ സ്ഥലം കൊണ്ട് ജില്ലയിൽ കൊണ്ട് നിർത്തി. കേരളത്തെ ബ്രാൻഡാക്കി മാറ്റുവാനാണ് കേട്ടോ അതിൻ്റെ സങ്കടമാണ് ഞാൻ പറയുന്നത്. ഈ മന്ത്രിമാരിറങ്ങി ഒരു പരാതി നിവേദനം മേടിച്ചില്ല. ഉമ്മൻചാണ്ടി നിവേദനം മേടിച്ച് പരിചയം വെച്ച അയാൾ ചെയ്തത്. 1 ലക്ഷം പരാതി കിട്ടിയെന്നാണ് പറയുന്നത്. ആരെ പരാതി കിട്ടിയ ഉദ്യോഗസ്ഥന്മാരാണ് മേടിച്ചത്. ഒരു 10,000 പരാതിക്ക് പരിഹാരം ഉണ്ടാക്കിയതുവരെ കഴിഞ്ഞിട്ടില്ല. വെറുതെ 1100 അങ്ങനെ ഒരു കണക്കിങ് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഈ മന്ത്രിമാരുടെ കാറും എസ്കോട്ട് കാറും മുഴുവൻ മന്ത്രിമാരുടെയും ചീഫ് സെക്രട്ടറിയും സ്റ്റേറ്റ് കാർ ഈ ബസ്സിൻ്റെ പുറകെ പോരുക. ഒരു 10-300 വണ്ടിയുടെ പ്രകടനമായിരുന്നു ഇങ്ങോട്ട്. കാസർഗോഡ് തിരുവനന്തപുരം വരെ ഓർക്കണം. ഈ ബസ് നിർത്തി അന്നേരം മന്ത്രിമാർ ചാടി കാറെ കയറുന്നു, റെസ്റ്റ് ഹൗസിൽ പോവുക. എത്ര കോടി രൂപ പോയിട്ട് നോക്കി. എന്നാൽ ഈ യാത്ര വന്നപ്പം തുടക്കത്തിൽ മന്ത്രിമാരെല്ലാം ഇറങ്ങി നിവേദനം മേടിക്കുക. ചാക്കിനകത്ത് ചുമ്മാ ഇട്ടോ, ഒന്നും ചെയ്തില്ലെങ്കിലും ജനങ്ങൾക്ക് അത്രയെങ്കിലും സമാധാനം ഉണ്ടാകാനായിരുന്നു. അതുപോലും ചെയ്യാത്ത നാണം കെട്ട പിണറായി സർക്കാർ എന്ന് പറഞ്ഞാൽ എന്തൊരു അപമാനകരമെന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ എന്നെ ചെയ്യാൻ ഒരു പൈസ കയ്യിലില്ല. എന്നാ ചെയ്യും? ഞാൻ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച് മന്ത്രിയെ പറ്റി കുറ്റം പറയുന്നതിന് വെച്ചാൽ അയാൾ എന്നായിട്ട് ബഡ്ജറ്റ് 100 കോടി രൂപയുടെ 150 കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയായിരുന്നു. 50 കോടി കടവാക്കി. ഇത് ഒരു പൈസ കയ്യിലില്ലാതെ 4 ലക്ഷം കോടി രൂപ കൂടി അടയ്ക്കുന്നത് എങ്ങനെ? ശരി, ബഡ്ജറ്റിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ കേന്ദ്രം വലിയ രീതിയിലൊരു കേരളത്തെ കെട്ടിമുറുക്കുന്നു. അതിൻ്റെ ഭാഗമായി അതിനെ മറികടക്കാൻ പ്ലാൻ B ഉണ്ട് സർക്കാരിൻ്റെ കയ്യിൽ. ആ പ്ലാൻ B എന്താണെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? ആ പ്ലാൻ B എന്ന് പറഞ്ഞാൽ കുന്തം. അതായത് പ്ലാൻ എന്തൊരു അബദ്ധമാണ് പറഞ്ഞത്. പ്ലാൻ B എന്താ അയാൾ പറയണ്ടേ? നീ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒളിച്ചുകളിയാണോ? അയാൾ പറയണം എനിക്ക് പ്ലാൻ B ഉണ്ട്. അയാളാ പറയണ്ടേ? വ്യക്തമായിട്ട് പറഞ്ഞാൽ ബഡ്ജറ്റില്ല. അതായത് അയാൾ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി ഒരു മടത്തരം പറഞ്ഞത്, അല്ല വേറെ ഒന്നുമില്ല. പ്ലാൻ B എന്ന് പറഞ്ഞതിന് അപകടമാണ്. അപ്പോൾ തോമസ് ഐസക്കിനേക്കാൾ മികച്ച ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി അല്ല KN ബാലഗോപാൽ. അല്ല, തോമസ് ഐസക്കാണ് മികച്ചത്. സംശയം എന്താ? എൻ്റെ മറ്റൊരു ചോദ്യം, പത്തനംതിട്ടയിൽ ഒരു സ്ഥാനാർത്ഥിയാകാൻ യോഗ്യനാണ് പൂഞ്ഞാറിൻ്റെ ഒക്കെ സ്വന്തമായ, ഇപ്പോൾ BJPയുടെ സ്വന്തമായി നിൽക്കുന്ന PC ജോർജ്. അങ്ങനെയാണെങ്കിൽ അങ്ങേക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ മത്സരിക്കുവാൻ പോകുന്നത് CPM-ന്റെ ഭാഗമായി മത്സരിക്കാൻ പോകുന്നത് തോമസ് ഐസക്കാണെന്ന് പറയുന്നു. അദ്ദേഹത്തെ മറികടന്ന് പത്തനംതിട്ടയിൽ വിജയിക്കുവാൻ PC ജോർജ് എന്ന് പറയുന്ന താങ്കൾക്ക് സാധിക്കും? ഞാൻ നിൽക്കുന്നോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. ഞാനാണ് നിൽക്കുന്നതെങ്കിൽ ഐസക്ക് കാണുകയില്ല, തോറ്റുപോകും. ദയനീയമായിരിക്കും. 3ാം സ്ഥാനത്ത് ഐസക്ക്, 2ാം സ്ഥാനത്ത് കോൺഗ്രസ് വരുത്തും. UDF അങ്ങനെ വിജയിക്കും. എന്താ സംശയം? ആർക്കാ? അനന്തപത്മനാഭൻ മനസ്സ് പറയുന്നുള്ളൂ ഞാൻ ജയിക്കുള്ളൂ. വർത്തമാനത്തിന് യാതൊരു സംശയം വേണ്ട. ഐസക്കിന് എന്ത് അവകാശം ഈ പത്തനംതിട്ട നിൽക്കാൻ? ശബരിമല അയ്യപ്പൻ്റെ നാടായത് പത്തനംതിട്ട. ആ ശബരിമല തുണിയില്ലാത്ത പെണ്ണുങ്ങളെ കയറ്റിയ ഐസക്കും പിണറായി വിജയൻ്റെയും പാർട്ടിയാണ് ഐസക്ക്. മിക്കവാറും
അയ്യപ്പൻ സഹായിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഇത്തവണയും അല്ല, ഞാൻ ചോദിച്ച ഐസക്കിന് എന്താ അവകാശം? ആലപ്പുഴക്കാരൻ ഐസക് ആലപ്പുഴ പോയി നിൽക്കണം, അതാ എൻ്റെ മര്യാദ. അല്ല, ഇവിടെ വരാൻ പാടില്ല. അദ്ദേഹം പറയുന്നത് പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന് പേരുണ്ട്, അദ്ദേഹം ജയിക്കുമെന്നാണ്. ആ വേരങ്ങ് നീണ്ടു കിടക്കുക കൊണ്ടിടെ, ഭയങ്കര വേര. ശരി, ആയനം പേരൊക്കെ ഉള്ള എനിക്കറിയാം.